വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ഇന്ന് ഈ അവസരവും കൂടെ ദാനമായി തന്നതിനാൽ അവിടുത്തെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങൾ മനസ്സറിയണമേ, ഞങ്ങൾ സഹായിക്കണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം തരണം, ആവശ്യമുള്ള ആരോഗ്യവും ശക്തിയും തരണം. ഇന്ന് സന്നിധി വന്നിരിക്കുന്ന മക്കൾക്കായി ആർത്തിയോടെ, അവരോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ അവിടുത്തെ മോഹനം രക്ഷിപ്പാൻ ആഗ്രഹിക്കുക. എന്റെ ജനത്തെ മനസ്സറിഞ്ഞ് രാത്രി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ലോകത്തിലുള്ള ദൈവസഭ വളരെ കൂടുതൽ കഷ്ടമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. വിശേഷ ഇന്ത്യയിലുള്ള സഭ പീഡനത്തിലൂടെ കടന്നുപോകുന്ന സമയമാണിത്. പ്രസംഗിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴുമെല്ലാം ദൈവജനത്തിന്റെ ദുഃഖം, ദൈവജനത്തിന്റെ വേദന മനസ്സിനെ അലട്ടുന്ന ഒരു വിഷയമാണ്. എന്തിനാണ് പീഡനങ്ങൾ ഉണ്ടാകുന്നത്? ദൈവം അറിയാതെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? ദൈവം എല്ലാം അറിയുന്നു. ദൈവം അതിലൂടെ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെന്താണ്? 1 Corinthians 12 26 വാക്യം. അതിനാൽ ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. ദൈവസഭയുടെ ഐക്യത ദൈവം ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. ഒരവയവം കഷ്ടം അനുഭവിച്ചാൽ എല്ലാ അവയവങ്ങളും അറിയിക്കും. ക്രിസ്തു സഭയിലെ എല്ലാ അംഗങ്ങളും ശരീരത്തിലെ പല അവയവങ്ങളും. എന്റെ ചെറുവിരലിൽ മുറിഞ്ഞാൽ ചെറുവിരലല്ലെന്ന് വിചാരിക്കത്തില്ല, അതെന്റെ ശരീരം മുഴുവൻ വേദന ഉണ്ടാവും, എനിക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഇതുപോലെ ഈ പീഡനം ദൈവസഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി ദൈവം അനുവദിക്കുക. എന്നാൽ മറുവശം എഴുതിയിരിക്കുന്നു, ഒരവയവത്തിന് മാനമുണ്ടായ അവയവങ്ങളൊക്കെയും. പക്ഷെ അത് നടക്കുന്നില്ല. ഒരവയവത്തിന് മാനം വരുമ്പോൾ ഒരു വിശ്വാസിക്കോ ഒരു ലോക്കൽ സഭയ്ക്കോ ഒരു ദൈവവൈദ്യനോ അംഗീകാരമോ ഉയർച്ചയോ കിട്ടുമ്പോൾ എല്ലാവരും അത്രത്തോളം സന്തോഷിക്കുന്നില്ല. മനുഷ്യന്റെ പ്രകൃതി അതാണ്. അതുകൊണ്ട് തന്നെ ദൈവം പീഡനം അനുവദിക്കുന്നു. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ ഒരു സഭയ്ക്കോ ഉയർച്ചയോ അനുഗ്രഹമോ ഉണ്ടാകുമ്പോൾ ദൈവത്തിനും അതിൽ ഐക്യത കാണിക്കുന്നില്ല. അതിൽ സന്തോഷിക്കാൻ മനുഷ്യൻ പറ്റുന്നില്ല. മനുഷ്യൻ അസൂയുള്ളവരാണ്. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തിപരമായി പലരെ ഉയർത്തിയില്ലേ? അവർക്ക് മാനം തന്നില്ലേ? സഭയായിട്ട് മാനം തന്നില്ലേ? വ്യക്തികളായിട്ട് മാനം തന്നില്ലേ? കുടുംബങ്ങളായിട്ട് മാനം തന്നില്ലേ? പക്ഷെ അതിനകത്ത് എത്ര പേര് സന്തോഷിച്ചു? അതിൽ അസൂയയില്ലാതെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഐക്യതയോട് സന്തോഷിച്ചോ? ഇതൊരു ചോദ്യത്തിന് നിർത്തിയാണ്. 2 വഴിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഒന്ന്, അവയവങ്ങൾക്ക് മാനം കൊടുക്കുക, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് പെയിൻ കൊടുക്കുക. പക്ഷേ ചരിത്രത്തിൽ കണ്ടിടത്തോളം വേദന വരുമ്പോൾ ഐക്യത ഉണ്ടാവും. അംഗീകാരം വന്നാലൊന്നും ഐക്യത ഉണ്ടാവും. ഒരാൾക്ക് ഉയർച്ച വന്നാലോ ഒരാളുടെ കൊച്ചിന് നല്ല ഭാവി ഉണ്ടായാലോ അതിൽ വലിയ സന്തോഷമോ ഐക്യതയോ കാണുന്നില്ല. എന്നാൽ കഠിനമായ ദുഃഖം വരുമ്പോൾ ഭിന്നതകൾ മറക്കും, പിണക്കങ്ങൾ മാറും, ദൈവജനം ഉണരും. ദൈവസഭയുടെ ഐക്യത ദൈവത്തിലൂടെ ആഗ്രഹിക്കും. ലോകം മുഴുവൻ ചെറിക്കിടക്കുന്ന ദൈവമക്കൾ യേശുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മളെല്ലാവരും ആ വേദന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയിലും കൂടെ ഇരിക്കുകയാണല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയോട് തന്നെ നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചിന്തിക്കാം. വാസ്തവത്തിൽ ഈ സമയത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴും ഒരു ഗ്രൂപ്പ് ആളുകൾ ദൈവത്തെ വേട്ടയാടുവാൻ ഇങ്ങനെ ഉറക്കൊഴിച്ച് നടക്കുക. കുന്തവും വാളും വടിയും പന്തവുമായിട്ട് ക്രിസ്ത്യൻസിന്റെ വീട് തല്ലിപ്പൊളിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലൂടെയും ഒറീസയിലൂടെയും ഇങ്ങനെ നടക്കുകയാണ്.
ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനത്തിൽ കമ്മിറ്റി കൂടി ആരോ ചെയ്തതുപോലെ ഇരിക്കുന്നു. ഒരേ സമയത്ത് പല സ്ഥലത്തും ഒരുപോലെ ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇന്ത്യയിലെ ശക്തികൾ ദൈവസഭയ്ക്കെതിരെ എഴുന്നേറ്റിരിക്കുകയാണ്. പോലീസ് അനുകൂലമല്ല, ഗവൺമെന്റ് അനുകൂലമല്ല. ദൈവജനം ഈ സമയത്ത് മനസ്സിലാക്കണം, പ്രാർത്ഥനയല്ലാതെ ഇതിനു വേണ്ടി മറ്റെന്തെങ്കിലും സ്വാധീനമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ സ്വാധീനമൊന്നും ഇവിടെ ഇല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. മനുഷ്യന്റെ സ്വാധീനങ്ങളൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുന്നു, അവരുടെ കഴിവുകളൊന്നുമില്ലെന്ന് ബോധ്യപ്പെടുത്തുന്നു. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഈ വിഷയത്തിൽ പ്രവർത്തിച്ച് മതിയാവും. അതിനുവേണ്ടി ദൈവജനത്തിന് ഐക്യത ഉണ്ടാകാൻ ദൈവത്തിലൂടെ ഉദ്ദേശിക്കുന്നു. രണ്ടാമത് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല. ലേഖനം 11-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോഴേക്കും വായിക്കുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ലോകസ്നേഹം കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. പീഡനത്തിലെ രണ്ടാമത്തെ സന്ദേശം ലോക സ്നേഹം കുറയ്ക്കുക. ലേഖനം 11-ാം അധ്യായത്തിലെ വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. 11:35 മുതൽ വായിക്കണം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കാൻ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കാതെ ഉദാഹരണം കൈക്കൊള്ളാതെ കരുതിവേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, കടവ് ഇങ്ങനെയുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, തീർച്ചകളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, കോലാടുകളെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകത്തിന് യോഗ്യമായിരുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ പോയ റൂട്ടുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇവരെല്ലാം കാണും. ദൈവജനത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ രണ്ടുതരം ദൈവപ്രവൃത്തി നമുക്ക് കാണും. 32 മുതൽ വായിച്ചാട്ടെ. 32 മുതൽ ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് കെട്ടി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായിരുന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ഇതെല്ലാം ഭയങ്കര ശക്തിയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ദൈവസഭ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയും. ദൈവത്തിന്റെ പവറുണ്ട്. ഇവിടെ നടന്ന ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ ചെയ്തു. സിംഹങ്ങളുടെ വായടച്ച വിശുദ്ധന്മാരുണ്ട്. തീയുടെ ബലം എടുത്തിയ ദൈവമുണ്ട്. വാളിന് വായിക്ക് തെറ്റിപ്പോയവരുണ്ട്. ബലഹീനതയിൽ ശക്തി പ്രാപിച്ചവരുണ്ട്. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നവരുണ്ട്. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചവരുണ്ട്. സ്ത്രീകൾക്ക് തന്നെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഇതെല്ലാം ഭയങ്കര പവറാണ്. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. അടുത്ത ഭാഗം അയ്യോ, അപ്പൊ അവിടെ വിടുതൽ ഉണ്ടായില്ല. മോളിൽ ഭയങ്കര വിടുതലുകളാണ് കണ്ടത്. വേറെ ചിലർക്ക് വിടുതൽ ഉണ്ടായില്ല. വേറെ ചില പീഡനങ്ങളിലൂടെ കടന്നുപോയി. ഇത് രണ്ട് ദൈവസഭയിലുണ്ട്. ഇത് ദൈവം തിരിച്ചറിയണം. ഇത് രണ്ട് അനുഭവങ്ങളാണ്. പക്ഷെ ഓർക്കുക, അതത് സമയത്ത് അതതിനുള്ള കൃപ ദൈവം. കഷ്ടതയിലൂടെ പോകുന്നവർ അതിനുള്ള കൃപ കൊടുക്കും. വിജയവും ശക്തിയും പ്രാപിച്ച് ജയിക്കുന്നവർക്ക് അതിനുള്ള കൃപ കൊടുക്കും. ഇതാ ഇവർ കൃപ പ്രാപിച്ചതിനെ ജയിക്കുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം കിടപ്പുണ്ട്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കാൻ തിരികെ കിട്ടി. അത് നല്ല കാര്യം. എന്നാൽ അടുത്തത് മറ്റില്ല. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഉയർപ്പ് രണ്ട് തരം. ഈ കിട്ടിയ ഉയർപ്പ് പിന്നെയും മരിക്കും. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൻ തിരികെ കിട്ടി. പക്ഷെ അത് പിന്നെയും മരിക്കും. ലാസറിലെത്തി ഉയർത്തെഴുന്നിട്ട് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു? മരിച്ചുപോയി. നൈലിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നിട്ട് പോയി. ഇപ്പൊ എന്ത് ചെയ്യും? മരിച്ചുപോയി. മരിച്ചവർ ഉയർത്തു, പക്ഷെ പിന്നെ മരിച്ചു. എന്നാൽ ഏറ്റവും നല്ലൊരു ഉയർപ്പുണ്ട്, മരിക്കാത്ത ഉയർപ്പ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റത് എന്ന് പറഞ്ഞാൽ അതാ ശക്തി. ആദ്യത്തെ കൂട്ടരേക്കാൾ പവർഫുൾ രണ്ടാമത്തെ കൂട്ടര. അവരാണ് വിശ്വാസികൾ, അവരാണ് ശക്തന്മാര്. അവർ പറയുന്നത് ഈ ഉയർപ്പ് ഞങ്ങൾക്ക് വേണ്ട, ഇത് ഉയർത്താൻ കുറച്ച് കഴിയുമ്പോൾ മരിക്കില്ലേ, അതുകൊണ്ട് ഇതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല.
അവരുടെ വീട്ടിൽ മരണം ഉണ്ടായപ്പോൾ ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. കാരണം ഇതിപ്പോ ഉയർപ്പിക്കാൻ നേരിട്ട് കഴിയും ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരുമിച്ച് എത്ര കൂടെ കിട്ടും? ഇനി 10-20 കൂടെ കിട്ടും. അതിനുള്ളിൽ എന്തെങ്കിലും ആക്സിഡന്റ് വന്നാലോ, അതിനുള്ളിൽ എന്തെങ്കിലും രോഗം വന്നാലോ, ഞങ്ങൾക്ക് ഇതെല്ലാം കൂടെ കാണാൻ നേരെയില്ല. ഇനി ആർക്കും കൊല്ലാൻ പറ്റാത്തൊരു ഉയർപ്പ് വരുന്നുണ്ട്. ആർക്കും തൊടാൻ പറ്റാത്ത ഉയർപ്പ് ശക്തിക്ക് ശരീരം പ്രാപിക്കാറുള്ളൂ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ ഉദ്ധാരണം കൈക്കൊള്ളാതെ വേറ്റു. ഇത് വായിക്കാനല്ലാതെ മനസ്സിലാക്കാൻ വിഷമമാണ്. ഉദ്ധാരണം കൈക്കൊള്ളാതെ വേറ്റു. ഞങ്ങൾക്ക് ഒരു വിടുതലല്ല വേണ്ടത്, ഞങ്ങൾക്ക് ദൈവനാമ മഹത്വമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച വിശുദ്ധന്മാർ അന്നുണ്ടായിരുന്നു. താൽക്കാലികമായ വിടുതലും പെട്ടെന്നുള്ള അത്ഭുതങ്ങളും നമുക്ക് ഇഷ്ടമാണെങ്കിലും അത് ചിലപ്പോൾ നടന്നില്ലെങ്കിലും നമ്മുടെ കർത്താവ് വലിയവനാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, ചില കാര്യങ്ങളിൽ പെട്ടെന്നുള്ള അത്ഭുതം നടന്നില്ലെങ്കിലും ദൈവമൊന്നും മറക്കുന്നില്ല. ദൈവത്തിന് എല്ലാത്തിനും അധികാരമുണ്ട്. കർത്താവിന് എല്ലാത്തിനും ഇടപെടുവാൻ കഴിയും. അവർ അങ്ങനെ നല്ലൊരു ഉയർപ്പ് പ്രതീക്ഷിച്ചു. അവർ കഷ്ടതകൾ അനുഭവിക്കുവാൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അവർക്ക് പുനരുത്ഥാനം എന്ന മഹൽ സത്യത്തിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായി. ലോകത്തോടുള്ള അവരുടെ ബന്ധം കുറയ്ക്കുവാൻ പീഡനങ്ങൾ കാരണമായി തീർന്നു. ലോകം അവർക്ക് യോഗ്യം ആയിരുന്നില്ല എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. 2 കാര്യങ്ങൾ പറഞ്ഞു. 3ാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ ശക്തി ദൈവജനം വീണ്ടും തിരിച്ചറിയുന്നത് പീഡനത്തിന്റെ സമയത്താണ്. ദൈവജനത്തിന്റെ സ്നേഹം, ഐക്യത വർദ്ധിപ്പിക്കുക, ലോകം യോഗ്യമല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുക. ഈ കാര്യങ്ങളാണ് പീഡനത്തിനകത്തുള്ള ദൈവിക സന്ദേശം. ലോകം മുഴുവനും ദൈവം ഒരു ഉണർവയ്ക്കേണ്ട സമയം വന്നിരിക്കുന്നു. ദൈവസഭ മണവറയിൽ ചേർക്കപ്പെടുവാനുള്ള സമയം വന്നിരിക്കുന്നു. യേശു കർത്താവിന്റെ കാഹളം ധരിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഈ സമയത്ത് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ഒരു പുതുക്കം വേണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊരു കരുത്ത് വേണം. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്കൊരു ഉണർവ് വേണം. അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം ആയുധമായിട്ട് ഉപയോഗിക്കും. അപ്പോസ്തല പ്രവൃത്തി 12 നാം വായിച്ചത് നമുക്കൊന്ന് ഇന്ന് രാത്രി ധ്യാനിക്കാം. 12:1. ആ കാലത്ത് ഹെരോദ രാജാവ് സമീക്ഷിതരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ആരാണ് കൈനീട്ടിയത്? ഹേരോദാവ്. ഹേരോദാവിന്റെ കൈയെന്ന് പറഞ്ഞാൽ അധികാരമുള്ള കൈയാണ്. ഹേരോദാവിന്റെ കൈയെന്ന് പറഞ്ഞാൽ സിംഹാസനത്തിൽ നിന്നുള്ള കൈയാണ്. അതിനെ എതിർക്കാൻ ആരുമില്ല. ബലവാനും ബലഹീനനും തമ്മിലാണ് യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് എന്തൊരു അത്ഭുതം. മത്തായി 2:1 വായിച്ചേ. മത്തായി 2:1. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിൽ എത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവൻ യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. വാക്യം ശ്രദ്ധിക്കുന്നത്. ഹെരോദാവ് അത് കേട്ടപ്പോൾ അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ചു. ഈ കുഞ്ഞിന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ന്യൂ ബോൺ ബേബിയാ. ഇതിനെന്തിനാ പേടിക്കുന്നു? കീന്ന് കരയാനല്ലാതെ ഒന്നും അറിയാൻ മേലാത്ത കൊച്ചിനെ കുറിച്ച് കേട്ടിട്ട് ആരൊക്കെ പേടിച്ചു? എന്റെ പൊന്നെ, യെരൂശലേമൊക്കെയും പ്രവചിക്കും. കാരണം അയാൾക്ക് പേടി തട്ടി അയാൾ ഫോൺ വിളിച്ച് എല്ലാവരും പേടിക്കും. അങ്ങനെ യെരൂശലേം മുഴുവൻ പ്രവചിക്കുന്നത് എങ്ങനെ? ഈ കൊച്ചിനെ എന്തിനാ പേടിക്കുന്നത്? എന്റെ മർമ്മ എന്നാന്നറിയോ? ഭൂമിയിൽ ആരും ഉപദ്രവിക്കാത്ത ഒരു മതമുണ്ട്, ക്രിസ്തുമതമുണ്ട്. അതിനകത്ത് പക്കാ രക്ഷിക്കപ്പെട്ട ദൈവമക്കള് ആരും ഉപദ്രവിക്കുന്നു. നിരുപദ്രവകാരികളായ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ മക്കളാണ്. അത് കർത്താവല്ലേ കാണിച്ചു കൊടുത്തത്.
തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാം, മുഖത്ത് തുപ്പിയിട്ട് ഒന്നും തിരിച്ചു പറയാതെ, അടിച്ചിട്ട് തിരിച്ചൊന്നും മിണ്ടാതെ നിന്ന നേതാവാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ. മാത്രമല്ല ഒന്നും ചെയ്യാൻ പഠിപ്പിച്ചു വെച്ചു. കുറച്ച് ചെറുപ്പക്കാരെ ട്രെയിനിങ് കൊടുത്ത് വേണമെങ്കിൽ പ്രൊട്ടക്ഷന് വേണ്ടി നിർത്താം. അധികം ആളൊന്നും വേണ്ട. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കുറച്ചു പേര്. തീവ്രവാദികളായിട്ട് വീടുകളിൽ കയറി മനുഷ്യരെ തെല്ലാനും കൊല്ലാനും പോകുന്നത് 10-20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായി. അതിനെ തടുക്കാൻ ഒരു 10 പേരുടെ ഗ്രൂപ്പ് തയ്യാറാക്കി കൂട്ടായ്മകളിൽ നിർത്തിയാൽ മതി. ചെറിയ വടിയും കൊടുത്ത്, വലിയ വടി വേണ്ട. ഇങ്ങനെ നിൽക്കണം പുറകില്. ആരെങ്കിലും വരുമ്പം ചെറുതായിട്ടൊന്ന് അറ്റാക്ക് ചെയ്താൽ മതി, പിന്നെ ഇത് അവസാനിച്ചു പോകും. കാരണം ഇവിടുന്ന് തല്ലുണ്ടെന്ന് അറിഞ്ഞാൽ. പക്ഷെ നമുക്ക് പറ്റുകയില്ല, കാരണം പുസ്തകം ഇതാണ്. നമ്മുടെ പുസ്തകം നമുക്ക് മാറാൻ ഒക്കുകയില്ല. പ്രശ്നം. അല്ലെങ്കിൽ ആർക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ വരാത്ത? ഗുസ്തി പഠിക്കണോ? പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. വാൾപ്പയറ്റ് പഠിപ്പിക്കണോ? പഠിപ്പിക്കേണ്ട സ്ഥലമുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും വെട്ടുകയും ചെയ്യുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അങ്ങ് ഒതുങ്ങും. പക്ഷേ ഇങ്ങനെ തല്ലുകയും വെട്ടുകയും ചെയ്ത മാർഗത്തെക്കാൾ ഒന്നും തിരിച്ചടിക്കാഞ്ഞ മാർഗമാണല്ലോ വളർന്നത്. ഈ മാർഗമാണല്ലോ ഇന്നുവരെയും നിലനിൽക്കുന്നത്. ഇനി ലോകത്തെ വിഴുങ്ങാൻ പോണതില്ല. ഇതിനെ പേടിയാണ്. ആ കുഞ്ഞിനെ പേടിക്കുന്നതാണ്. യേശു കുഞ്ഞ് ജനിച്ചപ്പോ എന്തൊരു ഭയം. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ മുഴുവൻ നിരപരാധി കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുക കർത്താവിനെ ജനിച്ചു എന്നുള്ള കാരണത്താണ്. അന്ന് തുടങ്ങിയ പീഡനമാണ്. നിരപരാധികളെ പീഡിപ്പിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ പീഡിപ്പിക്കുക. ഭയങ്കര ഭയമാണ് ഈ മാർഗത്തെ. മാറ്റം, പ്രാർത്ഥന, ആരാധന, സുവിശേഷം, ദൈവത്തിന്റെ വചനം ഇവ മുഴങ്ങുമ്പോൾ ഭയം തുടങ്ങുകയാണ് ആളുകൾക്ക്. ഹെരോദാവ് ഭയപ്പെട്ടു ഈ പിഞ്ചു കുഞ്ഞിനെ. ഇവിടെ വന്നിട്ട് അവന്റെ അതേ ഡിപ്പാർട്ട്മെന്റിന്റെ ആളാണ് ഇത് 12-1. അപ്പോസ്തലർ 12-1. ആ കാലത്ത് ഹെരോദ രാജാവ് ഇവരെല്ലാം ഒരു ഗ്രൂപ്പാണ്. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. പേടിച്ചിട്ടാ, അവന് പേടിച്ചിട്ടാ ഇത് ചെയ്യുന്നത്. പേടിയിൽ നിന്നാണ് പീഡനം ആരംഭിക്കുന്നത്. ഭയമാണ്. ദൈവജനം അറിയുക, നിന്നെ ലോകം ഭയപ്പെടുന്നു, നിന്നെ പിശാച് ഭയപ്പെടുന്നു, നിന്നെ ഈ ദേശത്തെ സകല മന്ത്രവാദ ശക്തികളും ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ മുരളീധരൻ പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. പ്രസംഗത്തിൽ പറഞ്ഞു കേട്ടതാണ്. ഒരു പരമഭക്തനായ മനുഷ്യൻ രാത്രിയിൽ വീട്ടിലേക്ക് പോണ വഴി ഭയങ്കര ഇടിയും മഴയും വന്നു. റോഡ് സൈഡിൽ കണ്ട ഒരു കെട്ടിടത്തിന്റെ ആ വെയിറ്റിംഗ് ഷെഡ് പോലെയുള്ള കാർ ഷെഡ് പോലെയുള്ള ഭാഗത്തേക്ക് കയറി നിന്നു. ഇടിയും മഴയും ഭയങ്കരമായിട്ട് നടക്കുക. പുള്ളിക്ക് എന്ത് ചെയ്താൽ പോകാൻ പറ്റത്തില്ല. കുടയില്ല, ലൈറ്റും ഇല്ല, മൊത്തം കടന്നുപോയി. പുള്ളി അവിടെ നിന്ന് രക്തം ചെയ്യാൻ ഗ്ലോറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഈ മഴയൊന്ന് മാറിട്ട് പോകട്ടെ, പേടിച്ചിട്ട്. സംഭവം കേൾക്കണോ? സ്ഥലത്തെ പൂജാരി ഈ പെരുമഴയത്ത് ടോർച്ച് കൊടയായിട്ട് വന്നു. അപ്പൊ ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. താരം ഇവിടെ വന്നിരിക്കും. മഴ കൊണ്ട് നിന്നതാ, മഴ കൊണ്ട് നിന്നതാ. ഇത് എന്നാ സംഭവം അറിയോ? ക്ഷേത്രം. ഈ പുള്ളി ഇവിടെ രക്തം ചെയ്യാൻ പറയാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ ആൾ ഇറങ്ങിപ്പോയി. നടന്ന കാര്യം. ഇറങ്ങിപ്പോയിട്ട് പൂജാരിയോട് പറഞ്ഞു, നേരിട്ട് അവിടെ എടുത്ത് വന്നിട്ട് രക്തം ചെയ്യാൻ പറഞ്ഞു. അവനെ ഇറങ്ങിവിടുക, അല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമോ? എനിക്കിവിടെ സ്വസ്ഥതയില്ല, അതുകൊണ്ട് അവനെ അവിടെ ഇറക്കിവിടാം. ഈ മനുഷ്യൻ കൈ ഒപ്പിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് വിടുന്ന ഇറങ്ങി കോടയം തരാൻ ടോർച്ചില്ല. കോടയം തരാൻ ടോർച്ച് തരാം, ഇവിടെ നിന്ന് മാറി. എങ്ങനെയുണ്ട് കാര്യം? ഇത്രയും ആവശ്യപ്പെട്ടു പ്രാർത്ഥിച്ചോളൂ. ഒരു കുട കിട്ടിയാൽ വീട്ടിൽ പോകാനും ടോർച്ച് ചോദിച്ചില്ല. അപ്പൊ കുടയും ടോർച്ചും കിട്ടി. അയാൾ പോയി. മറ്റേ പുള്ളിക്ക് സമാധാനം. നടന്ന കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ലോകം ഭയപ്പെടുന്നു, നിന്നെ സാത്താന്റെ ശക്തികൾ ഭയപ്പെടുന്നു. എന്തുകൊണ്ട്? യേശു രക്തത്താൽ മുദ്രയിടപ്പെട്ടതുകൊണ്ട്. നമ്മുടെ അകത്തിരിക്കുന്നവനെ ലോകത്തിൽ കാണാം. നമ്മുടെ മേലുള്ള മുദ്ര സാത്താന്റെ ശക്തികൾ കാണാം. ഇന്ന് രാത്രിയിൽ നാം ആരാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ വലിപ്പം അറിയണം, നമ്മുടെ വില അറിയണം. സാധാരണക്കാരല്ല. നമുക്ക് ഇതിന്റെ മേലെല്ലാം അധികാരമുണ്ട്. ദൈവസഭയെ ഭയപ്പെട്ടിട്ടാണ് ഈ പീഡനങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഭയത്തിൽ നിന്നാണ് പീഡനങ്ങൾ ആരംഭിക്കുന്നത്. ദൈവജനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി കണ്ടിട്ട് ലോകം ഭയപ്പെടുന്നു. അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ കൈനീട്ടി. ദൈവജനത്തിനെതിരെ കൈനീട്ടുക
അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവത്തിന്റെ കൈ ദൈവജനത്തിന് അനുകൂലമായിട്ട് നേടും. ദൈവജനത്തിനെതിരെ അവൻ കൈ നേടി. എന്ത് സംഭവിച്ചു? വായിച്ചു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. വായിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുവെങ്കിലും ഭയങ്കര സംഭവമല്ലേ നടന്നത്. ഭക്തനായ വിശുദ്ധനായ ആരെയും ഉപദ്രവിക്കാത്ത പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന ഒരു ദൈവദാസനെ വധിച്ചു. തിരിച്ചടിക്കാത്തവരെ കൊല്ലുക, തിരിച്ചൊന്നും ചെയ്യാത്തവരെ ഉപദ്രവിക്കുക, ഇത് ലോകം പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുക. പിശാചിനെ പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്നാന്ന് ചോദിച്ചാൽ കൊല്ലുന്നതോടുകൂടി ഈ മാർഗം നശിക്കുകയല്ല എന്ന കാര്യം പിശാചിന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഒന്നും അടുത്തത് സംഭവിച്ചു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. 4 വീതം ഉള്ള 4 ഗ്രൂപ്പ്, 16 പേരെ ഡ്യൂട്ടി കിട്ടും. 3 മണിക്കൂർ വീതം നിന്നാ മതി. ഈ മനുഷ്യൻ അത്ര ക്രിമിനലാണെന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന ആളുകൾ. ഈ മനുഷ്യൻ അത്ര ഭയങ്കരനാണെന്നാണ് ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഇയാളെ നോക്കാൻ 16 പേരെ ഡ്യൂട്ടിക്ക് നിർത്തിയിരിക്കുകയാണ്. വായിച്ചോ. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഇങ്ങനെ സംഭവങ്ങൾ ഗുരുതരമായപ്പോൾ സഭ പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. വളരെ ശ്രദ്ധിക്കുക. അതേ സഭയുടെ ബ്രാഞ്ചാണ് ഇന്ന് രാത്രി നമ്മുടെ പവർ നാം അറിയാം. ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിച്ചാൽ സഭ പ്രാർത്ഥിക്കാൻ കൂടി. എന്തുകൊണ്ട് അവർ മറ്റൊന്നും ചെയ്തില്ല? ഉത്തരം: അവർക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് മറ്റൊന്നും ചെയ്യാൻ അറിയില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ആൾ ബലമില്ല, അവർക്ക് പണം ഇല്ല, അവർക്ക് സ്വാധീനം ഇല്ല, അവർക്ക് ആയുധം ഇല്ല. അവരുടെ ആകെയുള്ള സാധനം പ്രാർത്ഥന. അവരത് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ദൈവജനം യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾക്കെല്ലാം നീക്കുകയാണ്. യഥാർത്ഥമായ പ്രാർത്ഥന ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ശക്തമായ ആത്മഭാരത്തോടുകൂടിയുള്ള പ്രാർത്ഥന എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകട്ടെ. മലയാളികളായ ദൈവജനമുള്ളിടത്തെല്ലാം ഒരു പ്രയർ മൂവ്മെന്റ് ഉണ്ടാകേണ്ട സമയമാണ്. ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുക, നടക്കുമ്പോഴും പ്രാർത്ഥിക്കുക, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. കൈകൾ ഉയർന്നു തന്നെ ഇരിക്കട്ടെ. പ്രാർത്ഥനയുടെ ദീപം കത്തിക്കൊടുക്കുക. എല്ലാ സ്ഥലങ്ങളിലും ദൈവജനം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ദൈവജനം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാ ജനവും പ്രാർത്ഥിപ്പാൻ തുടങ്ങട്ടെ. ഇതാണ് ദൈവം ഉദ്ദേശിച്ചത്. കുറെ വർഷങ്ങളായി ലോകത്തിലുള്ള ദൈവസഭ, ദൈവമക്കൾ ലോകമയത്വത്തിലേക്ക് പോവുകയാണ്. ലോകത്തിലെ നേട്ടങ്ങളുടെ പുറകെ പോവുകയാണ്. ലോകത്തിൽ എന്തെങ്കിലും നന്മ കിട്ടുന്നത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന ചിന്തയിലേക്ക് പോവുകയാണ്. ആത്മഭാരം കുറഞ്ഞുപോയി, പ്രാർത്ഥന കുറഞ്ഞുപോയി. ഈ സമയത്ത് ദൈവം തട്ടി ഉണർത്തുകയാണ്. അലാറമാണിത്. ഉണരുക, പ്രാർത്ഥനയ്ക്കായി ഉണരുക. ഇന്ത്യൻ സഭയെ നീ പ്രാർത്ഥനയ്ക്കായി ഉണരുക. ദൈവത്തിന്റെ അലാറമാണിത്. ഉറങ്ങിക്കിടക്കുന്ന ദൈവസഭയെ പ്രാർത്ഥനയ്ക്കായിട്ട് തട്ടി ഉണർത്തുവാനാണ് ഇപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, അവിടെ പ്രാർത്ഥിക്കാൻ കുറച്ചു പേരെ കൂടി. ഈ കൂടിയ ആളുകളെ കുറിച്ച് പുതുതായിട്ടൊക്കെ ദൈവഭാഗത്തേക്ക് വരുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില രഹസ്യങ്ങൾ കാണിച്ചു തരാം. വാക്യം 12 വായിച്ചോട്ടെ. 12. ശേഷം മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകം ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുര വാതിൽക്കൽ മുട്ടിയാറ് രോഗം എന്നൊരു ബാല്യക്കാരന് വിളി കേൾക്കാൻ അടുത്തു വന്നു. ഇപ്പോൾ സമയം എത്ര മണിയായെന്ന് പറയാമോ? ഇപ്പോഴത്തെ സമയമല്ല, 1 മണിയോട് അടുത്ത് കാണും അല്ലേ? ആ സമയത്ത് പ്രയർ റൂമിന്റെ വാതിൽക്ക് മുട്ടി. വാതിൽ തുറന്ന ആരാ? ഒരു പെൺകുട്ടി അല്ലേ?
അതിൽ നിന്ന് ഞാൻ ഊഹിക്കുന്നു സഹോദരന്മാരാരും പ്രാർത്ഥനയ്ക്കില്ല. രാത്രി 12 മണിക്ക് ശേഷം പീഡനകാലത്ത് ക്ലോസ് അണ്ടർഗ്രൗണ്ടിൽ എവിടെയോ അടച്ചിട്ട മുറിയില്ല, അണ്ടർഗ്രൗണ്ട് അല്ല, ഓക്കെ, മാളിക മുറിയില്ല, അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 മണി 12:30 1 മണിയൊക്കെ സമയത്ത് കതകെ മുട്ടിയാൽ ആരാ സാധാരണ തുറക്കാൻ പോകുന്നത്? പിന്നെ സഭയുടെ സെക്രട്ടറിയോ സഹോദരന്മാരോ മൂപ്പന്മാരാരില്ലേ പോകുന്നു. പ്രത്യേകിച്ച് പീഡന സമയവും എപ്പോഴാ എന്നാ വരുന്നതെന്ന് അറിയാൻ പറ്റും. പ്രാർത്ഥിക്കുന്നവരെ എല്ലാം പിടിച്ചോണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് ഒരു യൗവനക്കാരത്ത് പോയി കഥവ് തുറന്നു എന്ന് പറഞ്ഞാൽ അതേ ഉണ്ടായിരുന്നതുകൊണ്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിന്റെ മുകളിലത്തെ വാക്യം 12 വായിച്ചു. മറിയയുടെ വീട് ഏതാ? മറിയയുടെ വീട് മാർക്കോസിന്റെ മാളിക മുറിയാണ്. പുള്ളിക്കാരന്റെ അമ്മയുടെ പേരാ മറിയ. പക്ഷെ ഇവിടെ മാത്രം ആ വീടിന്റെ പേര് മാറ്റി മറിയാമ്മ സൗരിയുടെ വീടെന്ന് പറഞ്ഞു. അല്ലാത്ത മീറ്റിങ്ങുകൾ അനൗൺസ് ചെയ്യുമ്പോൾ പറയും മാർക്കോസ് സൗരിയുടെ വീട്ടിലായോ. ലേഡീസ് മീറ്റിംഗ് ആയതുകൊണ്ട് എന്ത് പറഞ്ഞു? മറിയാമ്മ സൗരിയുടെ വീട്ടിലായോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ യോഗം കഴിഞ്ഞ് പറഞ്ഞു. ഇനി താഴോട്ട് വായിച്ചു. അതെല്ലാം നമുക്ക് പിന്നെ ചിന്തിക്കാം. അടുത്ത പത്രോസ് കൂട്ടിക്കൊണ്ടേയിരുന്നു. പറഞ്ഞു കേൾപ്പിച്ചു. ആരോട് അറിയിക്കാൻ പറഞ്ഞു? അപ്പൊ അവരിവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവര് വരികയല്ലേ. അവർക്കൊരു മെസ്സേജ് കൊടുത്തേണ്ട, പേടിക്കണ്ട, ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഈ പ്രത്യക്ഷമായ 3 തെളിവ് വെച്ച് ഞാൻ പറയുന്നു ഈ പ്രയർ മീറ്റിംഗ് നടത്തിയ സൗകര്യമാണ്. പിന്നെ തെളിവുണ്ട്. പിന്നെ തെളിവ് പറയാം. മെയിൻ ആയിട്ടുള്ള 2 ലീഡേഴ്സിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്തില്ലേ? ഒരാളെ കൊന്നു, മറ്റേയാളെ ജയിലിലിട്ടിരിക്കുന്ന മിക്കവാറും ജയിൽ സംഭവിക്കും. അപ്പൊ പിന്നെ ലീഡേഴ്സ് ഇല്ലെന്നല്ലേ ചേർത്ത്. പിന്നെ പ്രശ്നങ്ങൾ ഗുരുതരമായാൽ പുരുഷന്മാരെ പോലീസ് പിടിക്കത്തുള്ളൂ. പോലീസ് വന്നാൽ ആദ്യം പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യത്തുള്ളൂ. സ്ത്രീകൾക്ക് എല്ലാ രാജ്യത്തും ഒരു മാന്യത. അങ്ങനെ പെട്ടെന്ന് കയറി അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു തന്ത്രം, ഈ ഒരു ബുദ്ധി വെച്ച് സഹോദരന്മാരെ തൽക്കാലം വെളിയിൽ ഇറങ്ങണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സഹോദരിമാരപ്പോ തീരുമാനിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ പ്രയറിൽ മിക്കവാറും സഹോദരിമാർ മാത്രമേ കാണുകയുള്ളൂ. അവരാണ് റിസ്ക് എടുത്തത്. നമുക്ക് വിളിച്ചുകൂട്ടാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ മറിയാമ്മ സഹോദരിയുടെ വീട്ടിൽ മറ്റ് സഹോദരിമാരുടെ നേതൃത്വത്തിൽ, രോധയുടെ ഒക്കെ നേതൃത്വത്തിൽ പ്രയർ മീറ്റിംഗ് തുടങ്ങി. എന്താ ഇനി നമ്മൾ പഠിക്കാൻ പോണ പാഠം? പ്രാർത്ഥിക്കാൻ ഇന്ന ആള് വേണമെന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഓർഡിനേഷൻ വേണ്ട. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. DTH വീഡിയോ ഒന്നും അത്യാവശ്യമല്ല. ഉണ്ടെങ്കിൽ ഇരുന്നോണ്ട്. പ്രാർത്ഥനയ്ക്ക് ഇതൊന്നും അത്യാവശ്യം. പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കണോ? സൗകര്യം കിട്ടുകയാണെങ്കിൽ പഠിച്ചു. പക്ഷെ പ്രാർത്ഥിക്കാൻ ഇതൊന്നും വേണ്ട. പ്രാർത്ഥിക്കാൻ ഇതൊന്നും വേണ്ട. ഈ സഹോദരിമാർ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവരൊരുമിച്ച് കൂടി പ്രാർത്ഥന ആരംഭിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ഗുണം എന്നാണ് ചോദിച്ചാൽ, ആര് പ്രാർത്ഥിച്ചു എന്നതിന് വലിയ പ്രസക്തിയില്ല. വ്യക്തികൾക്ക് പേരെടുക്കാത്ത ഒരു പ്രയറായിരുന്നു. അല്പം ചില കാര്യങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക്
അതിനകത്ത് മഹത്വം വേണോ? അതിനകത്ത് പേര് വേണോ? പെരുമ വേണോ? ഇത് വീണ്ടും വീണ്ടും പരിശോധിക്കണം. മനുഷ്യനല്ലേ പേരിഷ്ടം? പേര്, അവനവന്റെ പേര് വരുന്നത് എല്ലാവർക്കും ഇഷ്ടം. പേന തെളിവ് നോക്കുന്നത് പേരെഴുതി. അത്രമാത്രം ഇഷ്ടം നമുക്ക് നമ്മുടെ പേര്. നമ്മുടെ പേര് എവിടെയെങ്കിലും എഴുതി വരുന്നത് നമുക്ക് സന്തോഷം. പ്രാർത്ഥന കഴിയുമ്പോൾ ചോദ്യം, ആര് പ്രാർത്ഥിച്ചിട്ട് എവിടെ നിന്ന് കിട്ടിയത്? അപ്പൊ അങ്ങനെ വരുന്ന ഒരു ചോദ്യം, പ്രാർത്ഥന കേട്ട ദൈവത്തിനാണോ പ്രാർത്ഥിച്ച നിനക്കാണോ വില? അപ്പൊ പ്രാർത്ഥനക്കാര് പേരെടുക്കുക. ഇവിടെ ആര് പ്രാർത്ഥിച്ചു എന്ന് അറിയാൻ നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കുക ഇവരായിരിക്കും. എന്റെ പേര് സഭ പ്രാർത്ഥിച്ചു. വ്യക്തികൾ പേരെടുക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. വ്യക്തികൾ പേരെടുക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ആര് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, സഭ പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു വ്യക്തിക്കും ഈ പുസ്തകത്തിൽ പേര്. അങ്ങനെയൊരു ഐക്യത, അങ്ങനെയൊരു വിനയം, അങ്ങനെയൊരു താഴ്മ, അങ്ങനെയൊരു ആത്മാവിന്റെ ബന്ധം ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി വേഗത്തിൽ വരികയുള്ളൂ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, എന്റെ ദൈവ വിശ്വസ്ത നിമിത്തം എന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറയാൻ ആർക്കും ഇടവരാതില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പേര് വേണ്ട, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടാൽ മതി എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവം അതിനകത്ത് പ്രവർത്തിക്കും. ഏതെങ്കിലും വ്യക്തികൾ മഹത്വം മോഷ്ടിക്കുന്നു എന്ന് കാണാൻ ദൈവം പ്രവർത്തിക്കാൻ വളരെ വൈകും. ഇവിടെ ഇവർ പ്രാർത്ഥിച്ചെങ്കിലും ആരാണ് പ്രാർത്ഥിച്ചതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. മിക്കവാറും കുറച്ച് ബലഹീന പാത്രങ്ങളാണ് ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത്. പക്ഷെ ആ പ്രാർത്ഥനയിൽ ലോകത്തിൽ നടന്നതിലേക്ക് വലിയ ദൈവപ്രവർത്തി ആ പ്രാർത്ഥന. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വളരെ പരിചയക്കുറവുള്ളവർക്കും ചെയ്യാവുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരല്പസമയം കൂടെ ഇന്ത്യക്ക് വേണ്ടി എടുക്കണം. ഒരല്പസമയം കൂടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഹോദരന്മാർ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. 115 കോടി മനുഷ്യരുള്ള നമ്മുടെ രാജ്യത്ത് ദൈവ ഉണർവഹിക്കുവാൻ സമയമായിരിക്കുകയാണ്. ആളുകൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം പ്രാർത്ഥന തുടങ്ങി. ഇപ്പൊ അത് തുടങ്ങി. എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഉണർവ് ഇന്ത്യയിൽ ആരംഭിക്കും. ക്രിസ്തീയ സഭയെ പീഡിപ്പിക്കാൻ ഏറ്റവും മുൻപിൽ നിന്ന ശൗല് വാഹനമൃഗത്തിന്റെ പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്നായിരുന്നൊരു ഷോക്ക് അവനെ അടിച്ചു. താഴ്വ് അതൊരു വഴിത്തിരിവായിരുന്നു. പ്രാർത്ഥന മറുപടിയാണ്. ഈ ദൈവം തന്നെയല്ലേ ഇന്ന് രാത്രി ജീവിക്കുന്നത്. പീഡനങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് തൊടുവാൻ, കർത്താവ് അവരെ പിടിക്കുവാൻ പ്രാർത്ഥനയിൽ വെച്ചാൽ മതി. പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ ദൈവപ്രവർത്തിയുടെ ശക്തിയായിട്ട് വരുന്നത്. എങ്ങനെയാണ് സംഭവിക്കപ്പെടുന്നത്, എന്താ സംഭവിക്കപ്പെടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥനയിൽ പോരാടാം. ദൈവം നിശ്ചയമായിട്ട് വന്നു. ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു 4 കൊല്ലം മുമ്പ് ചില ദൈവമക്കൾ പ്രവചിച്ച കാര്യങ്ങൾ. വളരെ കൃത്യമായ ആ പ്രവചനങ്ങൾ ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്തു. അത് കേരളത്തിലും ഇന്ത്യയിൽ അവിടെ ഇവിടെങ്ങളിലായി സഞ്ചരിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ അത് പറയുകയും അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾക്ക് വേണ്ടി ജനത്തെ ഒരുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം നൽകിയ ചില വെളിപ്പാടുകൾ, ചില ദർശനങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മധ്യപ്രദേശിൽ 17,000 കുടുംബങ്ങൾ ആരാധനയ്ക്ക് കൂടുന്ന ഒരു കൂട്ടായ്മയുണ്ട്. റവറന്റ് ഡോക്ടർ ആമോസ് സിംഗ് ആണ് അതിന്റെ ശുശ്രൂഷ വഹിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. ഇൻസ്പെക്ടറായിരിക്കുന്ന കാലത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം രക്ഷിക്കപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് ഭൂതം വന്നു. ഈ ഭൂതത്തെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം ഇറങ്ങിപ്പോകാൻ മടി കാണിക്കുകയും യേശുവിന്റെ നാമത്തിൽ വീണ്ടും ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ച് ശാസിച്ചപ്പോൾ ഭൂതം വിട്ടുപോവുകയും ആ സ്ത്രീ സുബോധം പ്രാപിക്കുകയും ചെയ്യുന്നത് ഈ പോലീസ് ഓഫീസർ കണ്ടു. ഇദ്ദേഹത്തിന് ചെറുപ്പം മുതലുള്ള ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് കണ്ടാലും അത് പഠിക്കണം. ചെറുപ്പത്തിൽ
മാജീഷ്യനെ മാജിക് കാണിക്കുന്ന കണ്ടു. ആ മാജിക് കഴിഞ്ഞ വഴി അയാളെ വീട്ടിൽ ചെന്നു. ഇത് പഠിപ്പിക്കണം, അതിന്റെ കാശ് എത്ര തന്നേക്കാം. അങ്ങനെ മാജിക് പഠിച്ചു. 1 മണിക്കൂറിന് 3000 രൂപ ഫീസ് മേടിച്ച് മാജിക് വേണേൽ നടത്തും. ഇപ്പോഴും നടത്തും, അറിയാവുന്ന അത് നിർത്തി. അതറിയാം. കരാട്ടെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് അത് പഠിച്ചു. ബ്ലാക്ക് ബെൽറ്റ് ആണ്. അങ്ങനെ ഉലകത്തിൽ എന്നെല്ലാം പറ്റാത്ത കാര്യമുണ്ടോ എല്ലാം പഠിച്ചു. ആ സമയത്ത് ആ പോലീസ് സെലക്ഷൻ കിട്ടിയത്. ഇൻസ്പെക്ടറായിട്ട് ചാർജ് എടുത്തു. അപ്പോഴാണ് ഇത് കണ്ടത്. അപ്പൊ ഇത് പഠിക്കണമെന്ന് തീരുമാനിച്ചു. അതെ, പുള്ളിക്ക് അസാധ്യമായതൊന്നും പറയരുത്. അതാ പുള്ളിയുടെ ആഗ്രഹം. ഉടനെ ഭൂതം ശാസിച്ച പുള്ളിയുടെ വീട്ടിൽ രാത്രി ചെന്നു. ഈ സംഭവം ഒന്ന് പഠിപ്പിക്കണോ? നമ്മൾ ഒന്ന് പഠിപ്പിക്കാം. ബൈബിൾ വായിക്കാൻ പോകും. അങ്ങനെ ആദ്യമായിട്ട് ബൈബിൾ വായിക്കാൻ പോകും. ഇതിനകത്ത് അതിന്റെ പണിയെന്ന് പറയും. 1 വായിച്ച് 2 പ്രാവശ്യം 3 വായിച്ച് പിന്നെ ചെയ്യുന്നത്. അതുകൊണ്ടിട്ടൊന്നും പണി നടക്കുന്നില്ലല്ലോ. അത് നിന്റെ ഉള്ളു ശുദ്ധമാവണം, നല്ല പറ്റുള്ളൂ. ഉള്ളെങ്ങനെ ശുദ്ധമാവുന്നത്? അത് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, വായിച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം. ചുരുക്കി പറഞ്ഞാൽ പിന്നെ യേശുവിനെ സ്വീകരിക്കണം. ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത് ഈ ഭൂതത്തെ ശാസിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിന് വേണ്ടി രക്ഷിക്കപ്പെടും. ഇനി അതുപോലെ സ്നാനപ്പെടണം. ഓക്കെ, സ്നാനപ്പെടാം. എന്നാൽ ഇത് നടക്കണം. നീ പരിചിതാത്മാവിനെ പ്രാപിക്കണം. ഓക്കെ, അങ്ങനെ പറഞ്ഞ് പ്രാപിച്ച് ശുശ്രൂഷയുടെ ഉള്ളിലേക്ക് കടക്കാൻ ഈ മനുഷ്യനെ ദൈവം പ്രേരിപ്പിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? പോലീസ് സ്റ്റേഷൻ വലിയ പ്രയർ ഹോളായി മാറി. ക്രിമിനൽസ് അല്ലേ വരുന്നത്, അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക. വലിയ ദൈവപ്രവൃത്തി പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ വളരെ പുള്ളിക്ക് ട്രാൻസ്ഫറായി. ഇങ്ങനെ ദിവസങ്ങൾ പലതും മുന്നോട്ട് പോയി. പല പല പ്രശ്നങ്ങളുണ്ടായി. ഒരിക്കൽ പോലീസ് ഓഫീസർ ഓർഡർ ഇട്ടു, 15 ദിവസത്തിനുള്ളിൽ നീ ഇവിടെ മതപരിവർത്തനം നടത്തുന്നില്ലെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ നിന്റെ ജോലിയിൽ നിന്ന് മാറ്റും, നിന്നെ സസ്പെൻഡ് ചെയ്യും എന്ന് പുള്ളിക്ക് കത്ത് കിട്ടി. നടന്ന സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ്. 14ാമത്തെ ദിവസം ആ പോലീസ് ഓഫീസർ മരിച്ചു. 15 ദിവസത്തെ നോട്ടീസ് അയച്ചെങ്കിൽ 14ാമത്തെ ദിവസം ഇയാളുടെ മുകളിലിരിക്കുന്ന ടോപ്പ് ഓഫീസർ മരിച്ചു. ഇത് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന സംഭവം. അത് പിന്നെ ഇദ്ദേഹത്തിനെതിരെ ആരും ഒന്നും പറയുന്നില്ല. വേറെ ശക്തമായി ഗ്രാമങ്ങളിലേക്ക് ട്രാൻസ്ഫർ അടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഗ്രാമങ്ങളിൽ പോയി നന്നായി ആത്മാക്കളെ നേടാൻ പറ്റും. 630 ഗ്രാമങ്ങളിൽ സഹായവും. ഇത് എവിടെ നടക്കുന്നു? മധ്യപ്രദേശിൽ നടക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണുവാണെങ്കിൽ മധ്യപ്രദേശിൽ ബാൽഗഡ് എന്ന സ്ഥലത്ത് ചെന്നാൽ ജീവൻ ജ്യോതി ആശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിൽ ഈ പ്രവർത്തനങ്ങളുടെ വിശദവിവരം നിങ്ങൾക്ക് കാണാം. എല്ലാ വർഷത്തിലും ജനുവരി മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയുള്ള കോൺഫറൻസ് പുള്ളി അവിടെ വെച്ചിട്ടുണ്ട്. 180 പേരെ എല്ലാ കൊല്ലം താമസിപ്പിച്ചതാണ് പ്രയർ അവിടെ നടത്തുന്നത്. ഈ മനുഷ്യനെ ദൈവം ഈ കാലങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ അപ്പോസ്തലിക ശുശ്രൂഷ കൊടുത്തു. അദ്ദേഹം 5 കൊല്ലം മുമ്പ് ഈ കാര്യം പ്രവചിച്ചതാണ്. ഇന്ത്യയിൽ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതെല്ലാം വലുതൊക്കെ സംഭവിക്കാൻ പോകുക. ഇന്ത്യയിൽ ഉണർവ് ആരംഭിക്കും. ഒരറ്റം മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ പ്രവൃത്തി ഭാരതത്തിൽ നടക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. സ്തോത്രം. ഇന്ത്യയിൽ അത് ആരംഭിച്ചു കഴിഞ്ഞു. മധ്യപ്രദേശിൽ ശക്തമായ പ്രവർത്തനം നടക്കുന്നു. പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല ഇത്രയും പേര് നടന്ന കാര്യം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടായ്മയിൽ കൂടുന്ന ആളുകളുടെ സംഖ്യ എന്നോട് പറഞ്ഞത് ഒരു 10-15,000 ആളുകൾ ഇപ്പോൾ എങ്ങനെ സംഭവിച്ചു? പ്രാർത്ഥനയാണ് സംഭവിച്ചു. എല്ലാം പാവപ്പെട്ട ആളുകളാണ്, വലിയ ധനികന്മാരൊന്നുമില്ല. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പണം ഒരു പ്രശ്നമേ അല്ല. ദൈവം അത്ഭുതകരമായിട്ട് എങ്ങനെ നടക്കുന്നു. ഇതെവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എതിർപ്പുള്ള സ്റ്റേറ്റിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വേല തകരുകയല്ല, ദൈവത്തിന്റെ വേല തകരുകയില്ല. ഇത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, ഇതൊന്നും പ്രശ്നമല്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമ്മുടെ രാജ്യം ഒരുങ്ങുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കി കുറച്ച് സമയം കൂടെ കുറച്ചുകൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് സമയമെടുക്കുക. നിങ്ങളുടെ വീട്ടിൽ കിടക്കുമ്പോൾ സാധാരണ കിടക്കുന്ന സമയത്ത് കിടന്നോളൂ. ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് 1.5 മണിക്കൂർ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രാവിലെ ഒരല്പം നേരത്തെ എഴുന്നേറ്റ് ഒരു 15 മിനിറ്റ് ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്ര ചെയ്താൽ മതി. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ പേടിക്കണ്ട. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആര് പ്രാർത്ഥിച്ചു എന്നതിന്റെ വിഷയമല്ല. പാവപ്പെട്ട കുറച്ച് സ്ത്രീകളാണ് പ്രാർത്ഥിച്ചത്. വായിച്ചത് 5-ാം വാക്യം വീണ്ടും വായിക്കാം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ
സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അത് പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഇങ്ങനൊരു സമയത്ത് എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇങ്ങനൊരു സമയത്ത് എങ്ങനെ ഉറങ്ങാൻ പറ്റും? പടയാളികളുടെ നടുവിൽ 2 ചങ്ങലയാൽ കയ്യും കാലും ബന്ധിക്കപ്പെട്ടവനായി അദ്ദേഹം ഉറങ്ങുക. പത്രോസ് ഈ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു കാണും, സാർമാരെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടന്നു. അവർ പറഞ്ഞു കിടന്നു, അല്ലാതെ അവർക്ക് ഉറങ്ങാനൊക്കെ അവരുണർന്നില്ല. ഇയാൾ ഉറങ്ങി. ഉറക്കം വരുമോ? ഉറക്കം വരാതെ ഉറങ്ങാൻ പറ്റുമോ? എന്റെ ബലമായ വിശ്വാസം പ്രാർത്ഥന മറുപടിയാണ് ആ മനുഷ്യൻ ഉറങ്ങിയത്. അദ്ദേഹത്തിന് പീസ് ഓഫ് മൈൻഡ് ദൈവം കൊടുത്തു. ദിവസവുമായിട്ട് നാം പ്രാർത്ഥിച്ചാൽ ടെൻഷൻ മാറും. ഭയം എന്ന് പറയുന്ന ഭയങ്കര സംഗതിയാണ്. ഇപ്പോൾ ഇവിടെ സഞ്ജു മാത്യു എന്ന് പറഞ്ഞ ദൈവാസനുണ്ട്. ഇവിടെ ബൈബിൾ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തൊരു ദൈവാസനാണ് സഞ്ജു മാത്യു. എന്റെ സ്നേഹിതനാണ്, ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം അവാർഡിന് അർഹമായ ആ വലിയ പുസ്തകം എഴുതിയ അദ്ദേഹമാണ്. ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, നാളെ പോകുന്നുണ്ട്. ഞാൻ ഒറീസയിലെ കാര്യങ്ങളെ കുറിച്ചെല്ലാം വിളിച്ചു ചോദിച്ചു. അദ്ദേഹം പോയി പ്രവർത്തിച്ച് സ്ഥാപിച്ച ഒറീസയിലെ ചർച്ചിൽ ആണ് ഈ ഒളിവിൽ പോയ ആളുകളെല്ലാം കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. വനത്തിലേക്കെല്ലാം ഓടിപ്പോയ ആളുകളെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചത് ഇച്ചിരി ഉള്ള ഭക്ഷണം അവർക്കെല്ലാം കൊടുത്ത് സംരക്ഷിക്കുക. അവിടുത്തെ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ട വിശ്വജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ കാലങ്ങളിൽ സ്ഥാനപ്പെട്ടിരുന്നു. അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എങ്കിലും പ്രശ്നങ്ങൾ അത്ര ചെറുതല്ല. വീടുകൾ നഷ്ടപ്പെട്ടവരുടെ എണ്ണം നമ്മൾ ഈ പറഞ്ഞതിലെല്ലാം കൂടുതലാണ്. അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതുപോലും അവിടെ എത്താൻ പറ്റാതെ വണ്ണം ശക്തമായ വെല്ലുവിളികൾ നടക്കുകയാണ്. ഇദ്ദേഹം അടുത്ത ദിവസം അങ്ങോട്ട് പോവുകയാണ്. ഇന്നോ നാളെയോ പോകും. അവിടെ ചുരുക്കം ചില സൗകര്യപരമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 74 മിഷണറിമാർ ഈ ടീമിനോട് കൂടെയുണ്ട്. സാജു മാത്യുവിന്റെ ടീമിനോട് കൂടെ ജീസസ് മിഷൻ എന്ന സംഘടനയോട് ചേർന്ന് അവർ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉണർവുണ്ടാകാൻ വേണ്ടിയാണ്. ഇവരുടെയെല്ലാം പേര് പറഞ്ഞ് ഇവരുടെയെല്ലാം കാര്യങ്ങൾ അറിഞ്ഞ് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെയൊക്കെ പോയി എന്തിനാ സുവിശേഷം അറിയിക്കാൻ പോയത്? പലർക്കും സ്വസ്ഥമായിട്ട് ഇരുന്നാൽ പോരായിരുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന മനുഷ്യരും ഉണ്ട്. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പീഡനത്തെ ഭയന്ന് സുവിശേഷം പറയാതിരിക്കാൻ പറ്റും. പീഡനത്തെ പറഞ്ഞ് ഭയപ്പെട്ടിട്ട് ആരാധിക്കാതിരിക്കാൻ പറ്റും. ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും വേല ശക്തമായി നടക്കും. ബീഹാറിൽ ശക്തമായ പ്രവർത്തനം നടക്കും. ബീഹാറിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ആലക്സ് കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക. 120 കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നു. വലിയ ഉണർവ് ഇന്ത്യയിൽ ഉടനീളം നടക്കുക. അതിനിടയിലാണ് പിശാചി ഒരു വിരട്ടൽ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥിക്കുവാൻ നാം മുൻകൈയെടുത്താൽ ഈ മുമ്പിൽ നിൽക്കുന്നവരുടെ ഭയം മാറും. ഇന്നലെ എന്നോട് പറഞ്ഞത് വിശ്വജിത്ത് ഭയങ്കര ധൈര്യമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആ നാട്ടിലെ പഞ്ചായത്തിന്റെ ഒക്കെ ചുമതല വഹിച്ചിരുന്ന ആളും അവിടുത്തെ വളരെ വലിയ കുടുംബക്കാരാണ്. അതുകൊണ്ട് ആരും കയറി തല്ലത്തൊന്നുമില്ല. പക്ഷെ വിശ്വജിത്തിന്റെ ധൈര്യം പോയിരിക്കുന്നു. ടെലഫോണിൽ വിളിച്ചപ്പോൾ പഴയ പോലെയുള്ള ഒരു ധൈര്യമില്ലാത്ത പോലെ തോന്നുന്നു എന്നാണ് എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഈ ലീഡേഴ്സിന് ധൈര്യം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കും. പ്രവർത്തകരുടെ ധൈര്യം ചോർന്നു പോയാൽ അവർ തളർന്നു. നോക്കൂ, ഈ പ്രാർത്ഥന ഒന്നാമത്തെ റിസൾട്ട് എന്താ ചോദിച്ചാൽ പത്രോസ് പ്രയർ എഫക്ട് ചെയ്തു. പത്രോസിന് ടെൻഷൻ. അതേസമയത്ത് ഓർത്തു നോക്കി, യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഞാനവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ് പ്രാകാൻ തുടങ്ങിയതല്ല. യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ധൈര്യം പോയി. പക്ഷെ സ്വന്തം ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ധൈര്യമുണ്ട്. ടെൻഷൻ ദൈവം മാറ്റിക്കൊടുത്തു. ഇത് ദൈവത്തിന്റെ വലിയ പ്രവർത്തനം. പ്രാർത്ഥന മറുപടി എന്ന് വേണം. പത്രോസ് സ്വസ്ഥമായിട്ട് കടവറി കിടക്കും.
വായിച്ചു ബാക്കി. വാതിലിന് മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി. നാം പ്രാർത്ഥനയ്ക്ക് സമയമെടുത്താൽ എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഓ എണ്ണിയാ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സേവിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാ തീരാത്ത നന്മകൾ തന്നവൻ, എന്നെ സേവിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എന്നെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചൊരു ചിന്ത. പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നവർ ഇതറിഞ്ഞു? അറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ അതോട് പറഞ്ഞു അവർ വെളിപ്പെട്ടെ. നമ്മുടെ ദൈവം വെളിപ്പാട് കൊടുക്കുന്ന ദൈവമാണ്. ഇവരിപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കുക? രണ്ട് സംഭവം രണ്ട് സ്ഥലത്ത് നടക്കും. ദൂതൻ ഇറങ്ങി വന്ന് ജയില് തുറന്ന് അകത്ത് ചെന്ന് ദൈവദാസന്റെ മുട്ട് വിലാപ്പുറത്ത് തട്ടി. അപ്പോഴും പ്രയർ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കും. എന്താ പ്രാർത്ഥിച്ചിരിക്കുന്നത്? എന്റെ കർത്താവേ എന്തും ചെയ്യണം, എന്റെ കർത്താവെ വിടിവിക്കണമേ, പത്രോസിനെ വിടിവിക്കണമേ, വിടിവിക്കണം, 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 വിടിവിക്കണം. പ്രയർ നടന്നുകൊണ്ടേയിരിക്കുക. ആ സമയത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന നാം അറിയാത്ത കാര്യങ്ങൾ പ്രാർത്ഥന സമയത്ത് നടക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, നമ്മൾ കാണാത്ത കാര്യങ്ങൾ, നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, മാനവശത്വ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. ചങ്ങലകൾ പൊട്ടുന്നു, ഗേറ്റുകൾ തുറക്കുന്നു, പത്രോസിനെ എഴുന്നേൽപ്പിക്കുന്നു. ഇത് മുഴുവൻ നടക്കുക. പ്രാർത്ഥനക്കാരൊന്നും അറിയില്ല. പ്രാർത്ഥനക്കാരൻ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ പ്രാർത്ഥന സമയത്താണ്. എന്ത് മനസ്സിലാക്കണം? നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഈ പ്രാർത്ഥന സ്വർഗത്തിൽ ചെന്നു. ദൂതൻ താഴ്ത്തിറങ്ങി. നിനക്ക് പോകാൻ മേലാത്തടത്ത് ദൂതൻ കയറിച്ചില്ല. നിനക്ക് കഴിക്കാൻ മേലാത്ത കെട്ടുകൾ ദൂതൻ അഴിക്കും. നിനക്ക് കാണാൻ മേലാത്ത വ്യക്തികളെ അവർ പോയിട്ടുണ്ട്. നിനക്ക് തൊടാൻ പറ്റാത്ത ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് കത്തി ജോലിക്കണം. എത്ര മൈൽ അകലിരിക്കുന്ന വിഷയം നമ്മൾ പ്രാർത്ഥിക്കണം. എത്ര കുഴഞ്ഞു കിടക്കുന്ന വിഷയം നമ്മൾ പ്രാർത്ഥിക്കണം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ദൂതൻ ഇറങ്ങിച്ചില്ല. ഇറങ്ങിച്ചിട്ട് കെട്ടുകളോടായിരിക്കും. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് കെട്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് ദൈവത്തിന് ദൂതൻ അതെ. അടുത്ത വാക്യം വായിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേനും കടന്ന്
പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവരെ വിട്ടുപോയി. എന്തായാലും അർത്ഥം? ദൂതൻ സുവിശേഷം പറയാൻ നിന്നില്ല, പ്രാർത്ഥന മുറിയിലോട്ടും വന്നില്ല. പത്രോസിനെ കൊണ്ടൊന്ന് പുറത്തു നിർത്തി പോയി. ദൂതന്റെ ജോലി അത്രയേ ഉള്ളൂ. നമ്മൾക്ക് മുന്നോട്ട് പോകാൻ മേലാതെ വരും, നമുക്ക് മുന്നോട്ട് പോകാൻ ഒട്ടും മേലാതെ വരും. മാത്രം ദൂതം പോകും. ദൂതം വന്ന് അത്യാവശ്യ കാര്യം ചെയ്തു വെച്ചു. നിനക്ക് വയ്യാതെ വരുമ്പോ വിവരം പറഞ്ഞാൽ മതി. നിനക്ക് തീരെ മുന്നോട്ട് പോകാൻ മേലെങ്കിൽ ഇത് രാത്രി നിനക്ക് വേണ്ടി ഒരു ദൂതനെയായി. നീ തീരെ വിലപില്ലായെങ്കിൽ എന്നാൽ സുവിശേഷം പറയാൻ ദൂതനെ ഏൽപ്പിച്ചിട്ടില്ല. ദൂതന്മാർക്കില്ലാത്ത പദവി നമുക്ക് തന്നു. പത്രോസിനോട് ദൂതൻ പറയുകയാണ്, നീ പോയി പ്രസംഗിക്കും, പ്രശ്നം വരുമ്പോൾ ഞാൻ വരാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ പ്രസിഡന്റോ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുമ്പോൾ അവർക്ക് ചുറ്റും കാവൽക്കാരുണ്ട്. ആരോഗ്യം കൂടുതൽ അവർക്ക്, പക്ഷെ പവർ കൂടുതൽ മന്ത്രിക്ക്. നമുക്കാണ് പവർ കൂടുതൽ. ദൂതന് ശക്തിയുണ്ട്, പക്ഷെ അധികാരം നമുക്കാണ്. ദൈവം നമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ജോലിക്കാരനാണ് ആരാ. അവിടെ വായിക്കുന്ന പത്രോസ് ഇതെല്ലാം ഒരു സ്വപ്നം കാണുകയാണെന്ന് വിചാരിച്ചു. പുറകോട്ട് നോക്കിയപ്പോൾ സ്വപ്നമാണെന്ന് വിചാരിക്കും. വളരെ സന്തോഷമുള്ള ഒരു വാക്കാണ്. പ്രാർത്ഥനാ മനുഷ്യൻ കുറെ കാലം കഴിഞ്ഞ് ജീവിതത്തെ പുറകോട്ട് നോക്കണം. ഇത് സ്വപ്നമാണോ എന്ന് തോന്നിപ്പോ. ദൈവം നടത്തിയ വഴികളെല്ലാം ഒരു സ്വപ്നം പോലെ, ദൈവം നടത്തിയ വഴികളെല്ലാം ഒരു സ്വപ്നം പോലെ. ഇതെല്ലാം സത്യമാണോ? ഇതെല്ലാം എന്റെ ജീവിതത്തിലാണോ സംഭവിച്ചത്? രാത്രി ഓർത്തു നോക്കി എത്രയോ അത്ഭുതങ്ങൾ പ്രാർത്ഥനയാൽ നടന്നു. എത്രയോ കല്ലുകൾ ഉരുണ്ടുപോയി, എത്രയോ ചങ്ങലകൾ ഒഴുകിപ്പോയി, എത്രയോ ഗേറ്റുകൾ തുറന്നു കിട്ടി. അവിടെ ചെന്ന് മുട്ടിയപ്പോൾ പത്രോസാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് അവരുടെ ഭാഗത്തൊരു കുറ്റമായിട്ട് നമ്മൾ പറയാറുണ്ട്. പത്രോസാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലല്ലോ, വിശ്വസിച്ചില്ലല്ലോ. അതവരെ കുറ്റം പറയുമ്പോൾ തന്നെ ഓർക്കണം, അവരുടെ പ്രാർത്ഥനയാൽ പത്രോസ് വെളി വന്നല്ലോ. അതെ, ഈ ജയില് നേരം വെളുത്തപ്പോൾ തുറന്നു കിടക്കുകയാണോ അടഞ്ഞു കിടക്കുകയായിരുന്നോ? പിന്നെ വായിച്ചു നോക്കണം, ജയിൽ അടഞ്ഞു കിടക്കുക. ഫിലിപ്പിയയിലെ കാരാഗ്രഹം മൊത്തം ഇളകിപ്പോയി. എന്നാൽ ഈ കാരാഗ്രഹം അടഞ്ഞു കിടക്കുകയാണ്. അതിന്റെ അർത്ഥം ഇവനെ മാത്രമേ പുറത്തു കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ മാനുഷികമായി പറഞ്ഞാൽ താക്കോലിട്ട് തുറന്നാണ് പുറത്തിറക്കിയത്. ഒരു സന്ദേശം അതിനകത്തുണ്ട്. ലോകത്തിലെ ഏത് പൂട്ടിന്റെയും ഒരു താക്കോല് സ്വർഗത്തിൽ. പിശാചിനോട് പറയുക, നീ കെട്ടിക്കോ, അടിക്കാൻ എത്ര കുറഞ്ഞ പ്രശ്നമാണെങ്കിലും അതിനെ അടിക്കുവാൻ എത്ര കുറഞ്ഞ പ്രശ്നമാണെങ്കിലും
ദൈവജനം ഈ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്കായി ഉണരട്ടെ. ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തിക്കായി ഇറങ്ങുന്നു. ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥിക്കും. ഒരു സഭ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തിക്കും. ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ പ്രവർത്തി ആരംഭിക്കും. കണ്ണുനടയ്ക്കാൻ എന്റെ ദിവസത്തിൽ സമർപ്പിക്കാം. വഴിയൊരുക്കും അവനാഴികളിൽ വലക്കൈ പിടിച്ചെന്നെ വഴി നടത്തൂ. വഴിയൊരുക്കും അവനാഴികളിൽ വലക്കൈ പിടിച്ചെന്നെ വഴി നടത്തൂ. വായുകൾ പലതും അടഞ്ഞിരുന്നു. വഴി തുറന്നിടുമേ. വാലുകൾ